അഹമ്മദാബാദിൽ നടന്ന ഒരു വലിയ സ്ഫോടനം, 64 പേർ കൊല്ലപ്പെട്ട, നൂറുകണക്കിന് ആളുകൾക്ക് പരിക്ക് പറ്റിയ ഒരു വലിയ സ്ഫോടനം. ആ സ്ഫോടനം നടന്നതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ റാഞ്ചിയിലെ ശങ്കരാചാര്യ പ്രബലമായിട്ട് ഒരു പ്രസ്താവന വന്നത് ഞാൻ ഓർക്കുന്നു. ഇത് ചെയ്തത് വേറെ ചിലരാണ്. അദ്ദേഹം പറയുന്നുണ്ട്, സൂറത്തിൽ നിന്ന് പൊട്ടാതെ കിട്ടിയ ബോംബുകൾ, അഹമ്മദാബാദിൽ പൊട്ടിയ ബോംബുകൾ, ആ പൊട്ടാത്തതും ഈ പൊട്ടിയതുമൊക്കെ ഇവിടെ വേണ്ടപ്പെട്ട ചില ആളുകളുടെ സംഭാവനയാണെന്ന് അദ്ദേഹം വളരെ പറയുകയുണ്ടായി. ഹിന്ദുത്വ ശക്തികളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു പരാമർശം നടത്തിയത്. ഏതായാലും അതാണ് സംഭവം. അതിൻ്റെ ആ സ്ഫോടനത്തിന് ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് എൻ്റെ മക്കളുടെ മുഖം. അവർ കണ്ടിട്ടില്ലാത്ത, പോയിട്ടില്ലാത്ത ഒരു സ്ഥലമാണ് ഗുജറാത്തിലെ ഒരയിൽ എന്നൊരു സ്ഥലം. അങ്ങനെയാണ് എൻ്റെ ഓർമ്മ, പേര്. അവിടെ വെച്ചാണ് ഇന്ത്യയിലെ ഏതാണ്ട് 18 സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആളുകൾ ഒത്തുകൂടി ഗൂഢാലോചന നടത്തിയതെന്നാണ് ചാർജിച്ചിട്ടുള്ളത്. ഈ 18 സ്റ്റേറ്റിൽ നിന്നുള്ള ആളുകൾ, ഇത്രയും ചെറുപ്പക്കാർ അവിടെ എത്തിയിട്ടും അത് അന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഇത് പൊട്ടിക്കഴിഞ്ഞിട്ടാണ് കണ്ടെത്തുന്നത് എന്നുള്ള ആ ഒരു മറുവശം ഒരു ചോദ്യങ്ങളോട് അവശേഷിക്കുന്നു. ഏതായാലും ആ കേസിൽ അവർ ശിക്ഷിക്കപ്പെട്ടു. വധശിക്ഷയാണ് വിധിച്ചത് നിങ്ങൾക്കറിയാം. ആ ശിക്ഷാവിധിയുടെ അപ്പീൽ കൊടുത്തിരുന്നു. അഹമ്മദാബാദ് ഹൈക്കോടതിയിൽ അതിൻ്റെ അപ്പീൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. ആർഗ്യുമെൻ്റ് കഴിഞ്ഞു. അടുത്ത തന്നെ വിധി വരും എന്ന് പ്രതീക്ഷിക്കുന്നു. മിക്കവാറും ഈ 3-ാം തീയതിയോടുകൂടെ ഡേറ്റ് അറിയാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. വിധി എന്നാണെന്നുള്ളത് ആർഗ്യുമെൻ്റെല്ലാം കഴിഞ്ഞിരിക്കുക. അപ്പോൾ അധികം താമസിയാതെ അതിൻ്റെ വിധി വരും എന്ന് പ്രതീക്ഷിക്കുന്നു. വക്കീലന്മാരുടെ പെർഫോമൻസ് വെച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ കേസ് വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം നമുക്കറിയാം. ജഡ്ജിമാരും ഒക്കെ ഏത് നിലയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് വലിയ പ്രതീക്ഷയിലൊന്നും നമുക്ക് ഇരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഏതായാലും അങ്ങനെ ആ സാഹചര്യം ആ രീതിയിൽ പോകുന്നു. അതോടൊപ്പം മറ്റൊരു കേസ്, ഇവരെ പിടിച്ചത് 3 മാസം കഴിഞ്ഞിട്ടാണ് അഹമ്മദാബാദ് സ്ഫോടനം ഉണ്ടായതും ആ സ്ഫോടനത്തിൽ പ്രതിയാക്കി. ജയിലിൽ കിടക്കുന്നതിലുണ്ടായ സ്ഫോടനമായി.